കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ ആറളം വന്യജീവി സങ്കേത കവാടത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിലാണ് വിവരങ്ങളായിട്ട് ഫെലിക്സ്, ഇന്നലെ രാത്രിയുമൊക്കെ നമ്മൾ ഈ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഈ പ്രതിഷേധം അവസാനിച്ചോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയോ അവരുമായി സംസാരിക്കണം? രണ്ടാഴ്ച ഇതിനകത്ത് കയറി ഇറങ്ങിയാൽ സംഘടിപ്പിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട്. ഫെലിക്സ്, വലിയ പ്രതിഷേധമാണ് ആറളത്ത് ഉയരുന്നത്. സ്വാഭാവികമാണ്. എത്രയോ വർഷങ്ങളായി അവർ പരാതിപ്പെടുന്നു. ഈ വന്യജീവി അതിപ്പോൾ ആനയെന്നില്ല, കാട്ടുപന്നി അവരുടെ കൃഷി നശിപ്പിക്കുന്നു. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. പുനരധിവസിപ്പിച്ച് എത്തിച്ചതാണ്. ഒരു കുടുംബത്തിന് 1 ഏക്കർ ഭൂമിയൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഭൂമി മാത്രം നൽകിയാൽ പോരല്ല, അവർക്ക് അവിടെ ജീവിക്കാനുള്ള പരിസരം നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. ഫെലിക്സ്, പ്രതിഷേധം അവസാനിച്ചോ? എന്താണ് സ്ഥിതി ഇപ്പോൾ? മുൻപിലാണ് ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിൽ ഉപരോധവും മാർച്ചും ഒക്കെ തന്നെ നടക്കുന്നത്. മാർച്ച് ഇവിടെ എത്തിയ സമയത്ത് പോലീസുമായി ഉന്തും ഇപ്പോഴേതായാലും വളരെ ശാന്തമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേർ, ആറളത്തെ ഇവിടെ താമസിക്കുന്ന ധാരാളം പേര് ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നമുക്കറിയാം 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പക്ഷേ ഈ 2 പേർ മാത്രമല്ല, 10 വർഷത്തിൽ 14 പേർക്ക് ഈ ആദിവാസി പുനരധിവാസ മേഖലയിൽ ജീവൻ നഷ്ടമായി. ഇതിന് ഉത്തരവാദി വനം വകുപ്പാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വനം വകുപ്പിന്റെ, അതായത് ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. കാരണം വനം വകുപ്പ് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. വനം വകുപ്പ് കാട്ടാനകൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആദിവാസികളുടെ ജീവന് സ്വത്തിനും ഒരു തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷയോ നൽകാൻ ആരോപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. ശക്തമായ സമരവും പ്രതിഷേധവും ഒക്കെ തന്നെയാണ് ആറളത്ത് കാണുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. മൃതദേഹം കൊണ്ടുപോകാൻ പോലും സമ്മതിച്ചില്ല. ഇപ്പോഴേതായാലും വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വനം മന്ത്രി 3 മണിയോടുകൂടി ആറളത്തെത്തും, സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ബന്ധുക്കളെയും സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നതിലും ഈ സമരത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ ഈ ആറളത്തെ ജനങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. വനമന്ത്രിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. 3:30ക്കാണ് വനമന്ത്രി അവിടെ എത്തുന്നത്, യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും സമാധാനപൂർവ്വമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് എത്രയും വേഗത്തിൽ അതിന് പരിഹാരം കണ്ടെത്തുക എന്ന സാധ്യമായ പരിഹാരം, ഇല്ല പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു എന്ന ഒരു പ്രതീതി എങ്കിലും ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ. ആറളത്ത് മാത്രമല്ല ഈ വന്യജീവി ഭീതി നിലനിൽക്കുന്ന എല്ലായിടത്തും.